ഇനി ഞാൻ എന്ത് ചെയ്യും? കൃത്യസമയം നോക്കി പാറു ഫോൺ എടുക്കുന്നുമില്ലല്ലോ. എത്രയായി? 150. ഇദ്ദേഹം എന്തിനാണാവോ ഇങ്ങോട്ട് വരുന്നത്? പാർവതി ഹോസ്റ്റലിൽ വിട്ടുപോയ കാര്യം അദ്ദേഹം അറിഞ്ഞു കാണോ? ഇനി അതിനെക്കുറിച്ച് ബഹളം വയ്ക്കാനോ മറ്റോ ആണോ? നമസ്കാരം ചേട്ടാ. നമസ്കാരം. പാറു ഇവിടെ ഉണ്ടോ അതോ ജോലിക്ക് പോയോ? ഓ, അപ്പൊ പാറുവിനെ എവിടെ നിന്ന് പുറത്താക്കിയ ആരും അറിയാതെയാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. ഇദ്ദേഹത്തിനോട് ഞാൻ എന്താ പറയുക? എന്താ മിണ്ടാതിരിക്കുന്നേ? അവളിവിടെ ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കടോ. അത് പിന്നെ പാറുവിന് കമ്പനിയിൽ എന്തോ ജോലിയുണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങോട്ട് പോയി. പാറു ജോലിക്ക് പോയതല്ലേ പറഞ്ഞത്? അവിടെ സൈക്കിൾ ഉണ്ടല്ലോ. ഇവിടെ രാവിലെ പാറു സൈക്കിൾ എടുത്തപ്പോൾ അതിനെന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവള് ബസ്സിലാ പോയത്. അതന്നെ ഞാനും പറഞ്ഞു അവളോട്. ജെനി, പാറുവിന്റെ അച്ഛൻ. എന്റെ കർത്താവേ, അങ്കിൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? പാറു ഇവിടെ ഇല്ലെന്ന് അങ്കിൾ അറിഞ്ഞ ആകെ കുഴപ്പാവും. ഇന്ന് ഞായറാഴ്ചയല്ലേ, എന്നിട്ടും കമ്പനി ജോലി ചെയ്യാൻ വിളിച്ചോ? കുറെ സ്പെഷ്യൽ ഓർഡറുകൾ കിട്ടിയോണ്ട് കമ്പനി ഞായറാഴ്ചയും കൂടെ ജോലി വെച്ചതാ. ഓ, ഞായറാഴ്ച പോലും അവൾക്ക് വിശ്രമമില്ലല്ലേ? അവള് ഞങ്ങൾക്കെല്ലാം വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. വാച്ച്മാൻ ചേട്ടനെങ്ങാനും അവളിവിടെ ഇല്ലെന്ന് പറഞ്ഞ പ്രശ്നമാവും. നമുക്ക് എങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. വാ അച്ഛാ, വന്നിട്ട് കുറെ നേരമായി അച്ഛാ. ഇപ്പൊ എത്തിയുള്ളൂ. ഇദ്ദേഹം പാറു എവിടെയെന്ന് അന്വേഷിക്കുകയായിരുന്നു. കമ്പനിയിലെ സ്പെഷ്യൽ ഓർഡർ തീർക്കാൻ പോയതാന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ സംസാരിച്ചേക്ക്, ഞാനിപ്പോ വരാം. എന്താ അങ്കിൾ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വന്നത്? ഞങ്ങൾ ഈ അടുത്ത് ജോത്സ്യനെ വിളിച്ച സമയം നോക്കിപ്പിച്ചു. എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് പരിഹാരത്തിന് ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ ചെന്ന് ചില പരിഹാരക്രിയകൾ ചെയ്യാൻ ജോത്സ്യന് പറഞ്ഞു. ആ ക്രിയകൾ ചെയ്യാൻ വേണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. പോകുന്ന വഴി പാറുവിനെ ഒന്ന് കാണാമെന്ന് കരുതി. അങ്കിള് കുറച്ചു നേരം മുമ്പ് എത്തിയിരുന്നെങ്കിൽ പാറുവിനെ കാണായിരുന്നു. അവള് പോയിട്ട് അധിക നേരമൊന്നും ആയിട്ടില്ല. കുറച്ചുകൂടെ നേരത്തെ വന്നാൽ മതിയായിരുന്നു. എനിക്കിവിടുത്തെ വഴികളൊന്നും അത്ര പിടിയില്ല. പരിഹാരക്രിയകൾ ചെയ്യാൻ അവളും കൂടെ ഉണ്ടെന്ന് നന്നായിരുന്നു. മോൾ അവളെ ഒന്ന് വിളിച്ച് ലീവ് എടുത്ത് ചേർന്ന് വരാൻ പറയാമോ? എന്താ മക്കളെ? ഒന്നുമില്ല, ഞങ്ങൾ അവളെ വിളിച്ചു നോക്കാം അങ്കിൾ. പക്ഷെ അവളുടെ ഫോൺ ചിലപ്പോ ലോക്കറിലായിരിക്കും. അതുകൊണ്ട് എടുക്കുന്ന ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഓ, ഞാനതങ്ങ് മറന്നുപോയി. അങ്കിള് വരൂ, നമുക്ക് ചായയോ കാപ്പിയൊക്കെ കുടിക്കാം. വേണ്ട മക്കളെ, എനിക്ക് ആദ്യം ഒന്ന് കുളിച്ച് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറണം. അമ്പലത്തിൽ പോകാനുള്ളതല്ലേ. അത് കഴിഞ്ഞാ ഭൂമിക മാഡത്തിനൊന്ന് കാണണം. ഭൂമിക മാഡത്തിനെയോ? അതെ, അതിനെന്താ? ഞാനിവിടെ വന്ന സ്ഥിതിക്ക് അവരോടൊന്നും സംസാരിക്കാൻ പോകുന്നത് ശരിയല്ലല്ലോ. ഞാൻ എന്റെ മോളെ അവരെ വിശ്വസിച്ചല്ലേ ഏൽപ്പിച്ചിരിക്കുന്നേ. അങ്കിൾ, മാഡം കോർപ്പറേഷൻ ഓഫീസിലേക്ക് ചില പേപ്പറുകൾ ഒപ്പിട്ട് വാങ്ങാൻ വേണ്ടി പോയിരിക്കുക. തിരിച്ചു വരാൻ കുറേ നേരം എടുക്കും. ആ സമയം കൊണ്ട് അങ്കിളിനെ കുളിച്ച് റെഡി ആവാലോ. മാഡം വന്ന ഉടനെ ഞങ്ങൾ അങ്കിളിനെ അറിയിക്കാം. അപ്പൊ അങ്കിളിനെ കണ്ട് സംസാരിക്കാലോ. അത് മതി മോളെ. ചേട്ടാ, അങ്കിളിനൊന്ന് ഫ്രഷ് ആവണം. ചേട്ടന്റെ റൂമിലേക്ക് ഒന്ന് കൂട്ടിക്കൊണ്ടു പോവോ? അതിനെന്താ, വരൂ. വായേട്ടാ, ഞാനിപ്പോ വരാം മക്കളെ. ശരി. ഭൂമിക മേഡത്തിന് അങ്കിള് കണ്ട ആകെ പ്രശ്നമാവും. അവൾ ഇവിടുന്ന് പുറത്താക്കിയ വിവരം അദ്ദേഹം അറിയും. നമ്മളിനി എന്ത് ചെയ്യും? എന്ത് ചെയ്യണമെങ്കിലും അച്ഛൻ കുളി കഴിഞ്ഞ് വരുന്നത് വരെ ആലോചിക്കാൻ സമയമുള്ളൂ. നമുക്കൊരു ഓട്ടോ വിളിച്ചു പോവാമേ. തൊട്ടടുത്തുള്ള കടയിലേക്ക് പോകാൻ എന്തിനാ ഓട്ടോ വിളിക്കുന്നേ? നീ അങ്ങോട്ട് നടക്കാൻ നോക്ക്. ശരി, തിരിച്ച് സാധനങ്ങൾ വാങ്ങി വരുമ്പോ എന്തായാലും ഓട്ടോ വിളിക്കണം. എന്നെ കൊണ്ടൊന്നും ചുമക്കാൻ വയ്യ. ആലോചിക്കാം.
ശോഭ എങ്ങോട്ടാ പോകുന്നേ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ദർശനല്ലേ? അതെ.